അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് ഇച്ചിരി പരസ്യമായിട്ട് പറഞ്ഞത്. ആ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. ജിം എലിയട്ട് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഒത്തിരി സ്ഥലത്ത് ജിം എലിയട്ടിൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ജിം എലിയട്ട് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം മരിച്ചു. എപ്പോഴാണ് മരിച്ചതെന്നറിയാമോ? 27 വയസ്സുള്ളപ്പോൾ. വെൻ ഹി വാസ് 27 years old. ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഈക്വഡോറിലെ ഒരു വൊറോണി എന്ന് പറയുന്ന, ഔക്ക എന്ന് വിളിക്കാറുണ്ട്, വൊറോണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. അവരോട് സുവിശേഷം അറിയിക്കാൻ പോയതാണ്. പക്ഷേ സുവിശേഷം പറയാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഈ പോയ 5 പേരെ, അവർ 5 പേര് കൂടിയാണ് പോയത്, ജിം എലിയട്ടിൻ്റെ നേതൃത്വത്തിൽ പോയതാണ്. 5 പേരെയും വൊറോണികൾ, ഔക്ക ജാതിക്കാർ അവരെ കുന്തമെറിഞ്ഞു കൊന്നു. അതായത് സുവിശേഷം പറഞ്ഞ് സ്വീകരിച്ചൊന്നുമല്ല, സുവിശേഷം പറയുന്നതിന് മുമ്പ്, സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പ്. മരിക്കുമ്പോൾ ജിം എലിയട്ടിൻ്റെ പ്രായം 27 വയസ്സ്. ഭാര്യയും 2.5 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. നമ്മളൊക്കെ പറയും, ഓ ഭയങ്കര കഷ്ടമായിപ്പോയി, ഒരു വലിയ ട്രാജഡി അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പറയുന്നത്, കർത്താവേ, ഞാൻ ഒരു ദീർഘായുസിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നില്ല. ഞാൻ അപേക്ഷിക്കുന്നത് പൂർണ്ണതയുള്ള ഒരു ആയുസിന് വേണ്ടിയാണ്, നിൻ്റേതുപോലെ. ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മീ എ ലോങ് ലൈഫ്, ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യുവേഴ്സ്, നിൻ്റേതുപോലെ. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ആയുസ്സും എങ്ങനെയുള്ളതല്ലായിരുന്നു? ദീർഘായുസായിരുന്നില്ല. എങ്ങനെയുള്ളതായിരുന്നു? പൂർണ്ണതയുള്ളതായിരുന്നു. കാര്യം മരിച്ചപ്പോൾ പറഞ്ഞത് സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തിയായെന്ന് പറയാൻ മാനുഷികമായി പറ്റാത്ത ഒരവസ്ഥയിലാണ് ജിം എലിയട്ട് മരിക്കുന്നത്. കാര്യം എന്താ? ചെന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പാണ് മരിച്ചത്. അതെങ്ങനെയാണ് പൂർണ്ണതയുള്ളൊരു ആയുസാകുന്നത്? അയാൾ പൂർണ്ണതയുള്ളതിന് മുമ്പേ മരിച്ചതെന്നല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല പ്രിയമുള്ളവരെ. ചില നാളുകൾക്ക് ശേഷം അയാളുടെ ഭാര്യ എലിസബത്ത്, അവൾ മിഷൻ ഓർഗനൈസേഷനിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ച സ്ഥലത്തേക്ക് ഞാൻ പോകുകയാണ് സുവിശേഷവുമായി. മിഷൻ ഓർഗനൈസേഷനുള്ള എല്ലാവരും എതിർത്തു. ലിസ്, നിൻ്റെ ഭർത്താവിനെ കൊന്നവരെ നിന്നെയും കൊല്ലും. ആരും സമ്മതിച്ചില്ല. പക്ഷെ അവൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, എ ഫിലോസഫി ദാറ്റ് ഇസ് നോട്ട് വർത്ത് ഡൈയിങ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം, ഒരു തത്വശാസ്ത്രം ജീവിക്കാനും കൊള്ളത്തില്ലെന്ന്. മരിക്കാൻ കൊള്ളാത്ത ഒരു തത്വശാസ്ത്രം ജീവിക്കാനും കൊള്ളത്തില്ല. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവളെ ഈ സ്ഥലത്തേക്ക് പോകുവാൻ മിഷൻ ഓർഗനൈസേഷൻ അനുവദിച്ചു. അവളവിടെ പോയി. അവളെ ആരും കൊന്നില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈക്വഡോറിലെ വൊറോണി എന്ന് പറയുന്ന ട്രൈബിലെ മുഴുവൻ ആളുകളും കർത്താവിനെ സ്വീകരിച്ചു. മുഴുവൻ ആളുകളും, ഇൻക്ലൂഡിങ് ഈ ജിം എലിയട്ടിനെ കൊന്ന ആ കുന്തമെറിഞ്ഞ മേർഡറേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും യേശു കർത്താവിനെ സ്വീകരിച്ചു. കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ, കുറച്ചുകൂടെ ബാക്കിയുള്ള സ്റ്റോറി പറഞ്ഞാൽ, അതിനകത്ത് ഒരു കൊലപാതകിയായിരുന്ന ജിം എലിയട്ടിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 5 പേരുണ്ട്. ഈ 5 പേരെയും കൊല്ലുന്നതിന് കൊലപാതകിയായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ബൈബിൾ സ്കൂളിൽ പഠിച്ച് ആ സഭയുടെ പാസ്റ്ററായി. ആ സമയത്ത് അന്ന് മരിച്ച നെയ്റ്റ് സെയിൻറ്റ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. അയാളുടെ മകന് ബാപ്റ്റിസം കൊടുക്കേണ്ട സമയത്ത് അയാളുടെ അപ്പനെ കൊന്നയാൾ പാസ്റ്ററായി. ആ പാസ്റ്ററാണ് ഈ മോന് ബാപ്റ്റിസം കൊടുത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ജിം എലിയട്ടിൻ്റെ ലൈഫ് ഒരു ലോങ് ലൈഫ് അല്ലായിരുന്നു. പക്ഷേ എങ്ങനെയുള്ളതായിരുന്നു? ഫുൾ ലൈഫ്. ഞാനൊരു കാര്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. 40 കൊല്ലം കൊണ്ട് ചെയ്തു തീരേണ്ട ഒരു ജോലി ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചെങ്കിൽ, 40 വർഷം കൊണ്ട് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ജോലി ചെയ്ത് തീർത്താൽ പിന്നെ എന്തിനാ നമ്മൾ 80 വയസ്സ് വരെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. 40 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു ജോലി ദൈവം നമ്മളെ ഏൽപ്പിച്ചു. 40 വർഷം കൊണ്ട് അത് ചെയ്ത് തീർത്താൽ എന്തിനാ നിങ്ങൾ പിന്നെ 80 വയസ്സ് വരെ ജീവിക്കുന്നത്? ഇനി അതിൻ്റെ മറുവശം കൂടെ പറയാം. 40 കൊല്ലം കൊണ്ട് തീർക്കേണ്ട ജോലി 80 വയസ്സായിട്ടും തീർത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത്? കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ജോലി തക്ക സമയത്ത് ചെയ്ത് തീർത്തേച്ച് വീട്ടിൽ പോകാൻ നോക്കുക. അല്ലാതെ എന്തോന്ന്? ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അത് ആർക്കാ പറ്റുന്നതെന്നറിയാമോ? കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ്. നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല.
അതിന് കഴിയത്തില്ല. എന്നാൽ ക്രൂശിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ക്രൂശിൽ നമ്മൾ കാണുന്നത് എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് എ മാൻ ഹു ഡൈഡ് ഫോർ അതേഴ്സ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്തവനായ ഒരു വ്യക്തി. 6 ദിവസം കൊണ്ട് യഹോവ സൃഷ്ടി പൂർത്തിയാക്കിയെങ്കിൽ 6 മണിക്കൂർ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തിയാക്കി. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി പൂർത്തിയാക്കിയെങ്കിൽ 6 മണിക്കൂർ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് അവൻ്റെ ദൗത്യം, വീണ്ടെടുപ്പിൻ്റെ ദൗത്യം പൂർത്തിയാക്കി. 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 3-ാം മണി നേരമായപ്പോൾ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കോൺഫിഡൻസോടുകൂടെ, വളരെ വലിയ കോൺഫിഡൻസോടുകൂടെ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം 2ആയി കീറിപ്പോയി. ദേവാലയത്തിൽ തിരശ്ശീല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചെറിയ കട്ടൻ പോലെയൊന്നുമല്ല. 1 ഇഞ്ച് തിക്കാണത്. 1 ഇഞ്ച്. ഇറ്റ്സ് വെരി തിക്ക്. ഒരു മനുഷ്യന് വലിച്ചു കയറാൻ പറ്റുന്നതല്ല. പക്ഷേ യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല അത് 2ആയിട്ട് കീറിപ്പോയി. അപ്പോഴവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, അന്ന് പെസഹയാണ്. ഒരുപക്ഷെ അന്ന് ആ യാഗാർപ്പണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് എന്താണ് ആ ദേവാലയത്തിൽ ഒരുപക്ഷെ ശുശ്രൂഷകളിൽ ഇരുന്നവരായ പല പുരോഹിതന്മാർ കാണും. അവരിത് കണ്ടൊരു പക്ഷേ വിരണ്ടു പോയി കാണും. അവർ വർഷത്തിലൊരിക്കൽ മാത്രം കയറുന്നതായ സ്ഥലത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ എന്താണ് തനിയെ കീറിപ്പോയിരിക്കുകയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. അവർ ഇത്രയും വർഷങ്ങൾ ആടിനെ അറുത്തിട്ടും ഇത്രയും വർഷങ്ങൾ എത്രയോ കുഞ്ഞാടുകളെ, എത്ര 1000 കുഞ്ഞാടുകളെ അവർ കൊന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുഞ്ഞാടും അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള അവരുടെ പ്രവേശനം സാധ്യമാക്കി തീർത്തില്ല. എന്നാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കാൽവറി ക്രൂശിൽ 3-ാം മണി നേരം ഉച്ചയ്ക്ക് 3 മണിക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാട് കാൽവറി ക്രൂശിൽ അറുക്കപ്പെട്ടതായ ആ നിമിഷത്തിൽ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. ഞാൻ പലപ്പോൾ പറയാറുണ്ട്, ഒരു പക്ഷേ പിറ്റേ ആഴ്ച അവർ ഒരു ഐ തിങ്ക് അവർ ചിലപ്പം പുരോഹിതന്മാരെല്ലാം കൂടെ ഈ വളരെ കഷ്ടപ്പെട്ട ഈ തിരശ്ശീല പിന്നെയും തുന്നിക്കീറി അവിടെ ഇട്ട് കാണും. സ്വാഭാവികമായിട്ടും അതങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർ തയ്യൽ എല്ലാം കൂടെ നടത്തി ചിത്ര തയ്യലൊക്കെ ചെയ്ത് അത് കാണാതെ ഡോൺ ചെയ്തൊക്കെ പിന്നെയും ഇട്ട് കാണും. പക്ഷേ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ആകാശത്തിൻ്റെ തിരശ്ശീലകളെ കീറി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഞാൻ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അവൻ ഒരു മേഘം അവനെ മറച്ചു. ആകാശത്തിൻ്റെ കീറലുകൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. എന്നിട്ട് ദൂതന്മാർ നോക്കി നിൽക്കുന്ന ആളോട് ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശു നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. ദേവാലയത്തിൻ്റെ തിരശ്ശീലയുടെ കീറൽ അടച്ചു. പക്ഷേ യേശു ആകാശത്തിലേക്ക് കയറിപ്പോയ ആകാശത്തിൻ്റെ കീറലുകൾ അടഞ്ഞിട്ടില്ല. അത് തുറന്നു തന്നെ കിടക്കുകയാണ്. ഈ വരുന്ന ഒരു ദിനം അവൻ മടങ്ങി വരും. ഈസ് കമ്മിങ് ബാക്ക്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ തിരുമൊഴികളെ നമ്മൾ വിശകലനം ചെയ്യായിരുന്നു ഈ 3 ദിവസങ്ങളിൽ. ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തമായ നിലയിൽ അതിൻ്റെ പ്ലെയിനായിട്ടുള്ള അർത്ഥങ്ങളെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ആത്മതലത്തിലെ അതിൻ്റെ പ്രകമ്പനങ്ങളെക്കുറിച്ച് പഠിച്ചു. തന്നെയല്ല, നമ്മിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പഠിച്ചു. തന്നെ ക്രൂശിച്ച വ്യക്തികൾക്ക് വേണ്ടി പോലും പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് അവൻ മധ്യസ്ഥത അണച്ചു. അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു.
അറിവില്ലായ്മ കൊണ്ട് യേശുവിനെ നിഷേധിക്കുന്നവർ അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അനുതപിച്ച കള്ളനോട് പറഞ്ഞു, ഇന്ന് ഞാൻ സത്യമായി എന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുന്നു. അവൻ്റെ അനുതാപം ഒരു ഫാസ്റ്റായിട്ട് പെട്ടെന്ന് അങ്ങ് നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഉഴപ്പരുത്. അവനവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. യേശു നിർദോഷിയാണെന്നറിയാമായിരുന്നു. അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ന്യായമായതാണെന്നറിയാമായിരുന്നു. യേശുവിൻ്റെ ശിക്ഷ അന്യായമാണെന്നും അവൻ മരിച്ചത് തനിക്ക് വേണ്ടിയാണെന്നും അവൻ്റെ യഹൂദന്മാരുടെ രാജാവാണെന്നും അവൻ രാജാവായി മടങ്ങി വരുമെന്നും അവൻ അറിയാമായിരുന്നു. അനേക വർഷങ്ങൾ കൊണ്ട് ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ചില മണിക്കൂറുകൾ കൊണ്ട് ആ കള്ളൻ മനസ്സിലാക്കി. അവനത് അംഗീകരിച്ചു, അവനത് വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ആ അഷ്വറൻസ്, കർത്താവ് തരുന്ന അഷ്വറൻസ്, അനുതപിച്ച് പാപമേറ്റു പറഞ്ഞ് യേശുവിനെ രാജാവാക്കുന്നവർക്ക് ഇന്നും യേശു കർത്താവ് അങ്ങനെ ഒരു അഷ്വറൻസ് തന്നെ കൊടുക്കുന്നു. അതോടൊപ്പം യേശു നമുക്ക് ഉത്തരവാദിത്തങ്ങളും തരുന്നു. മറിയയെ നോക്കി യോഹന്നാനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഒരു പരിധിവരെ അനാഥരായ അമ്മമാരെയും അശരണരായ മക്കളെയും സഹോദരങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ നമ്മുടെ അടുത്തേക്ക് കർത്താവ് പറഞ്ഞു വിട്ടെന്നിരിക്കും. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രിവിലേജസ് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് യേശു കർത്താവ് ഉറക്കം നിലവിളിച്ചു. നിത്യതയിൽ ഒരിക്കൽ പോലും പിരിഞ്ഞിട്ടില്ലാത്ത പിതാവും പുത്രനും, ആ പിതാവ് പുത്രനെ നോക്കാതെ അന്ന് വരെയും എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് കർത്താവ് പിതാവ് ആ പുത്രനെ നോക്കിയില്ല? അവൻ കാൽവരി ക്രൂശിൽ നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ പാപമാണ്. അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ദാഹിക്കുന്നത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാണ്. അവൻ ആർക്കൊക്കെ മരിച്ചോ അവർക്കൊക്കെ വേണ്ടിയാണ്. അവൻ്റെ ദാഹം തീർക്കാൻ ഇന്ന് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവൻ പറഞ്ഞു, നിവൃത്തിയായി, ചെറ്റലസ്റ്റായി, കൊടുത്തു വീട്ടിയിരിക്കുന്നു. എൻ്റെ വലിയ പാപത്തിൻ്റെ കടം കൊടുത്തു വീട്ടുവാൻ ലോകത്തിൽ ആർക്കും കഴിയുമായിരുന്നില്ല. മരണമല്ലാതെ മറ്റൊന്നും എൻ്റെ മുമ്പിലില്ലാതെ ഞാനിങ്ങനെ വിഷണ്ണനായി നിൽക്കുമ്പോൾ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റിന് താഴെ അവൻ എഴുതി വെച്ചു, കൊടുത്തു വീട്ടി, ചെറ്റലസ്റ്റായി. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ അവൻ തൻ്റെ പ്രാണനെ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചു. ഒരു യഹൂദക്കുട്ടി ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന സാധാരണ പ്രാർത്ഥന, അങ്ങനെ ഒരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ അവന് മരിക്കാൻ കഴിഞ്ഞു. കാരണം അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതെൻ്റെ അന്ത്യമല്ല, ഞാൻ മടങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ ക്രൂശിലെ തിരുമൊഴികളിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ കൊടുത്തു വീട്ടിയവനായ യേശു, എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നു, എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ആ യേശുവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവൻ മടങ്ങി വരാൻ പോകുകയാണ്. അവൻ മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴോട്ട് രണ്ടായി ചീന്തിപ്പോയി. അതവരൊരു പക്ഷേ തുന്നിക്കെട്ടി കാണും. എന്നാൽ യേശു കർത്താവ് കയറിപ്പോയ മേഘപാളികൾ, ആ ആകാശത്തിൻ്റെ കീറലുകൾ ഇന്നും ബാക്കി നിൽക്കുകയാണ്. അവൻ പോയതുപോലെ മടങ്ങി വരും. അവൻ വരുമ്പോൾ ഒരു വിശുദ്ധ മണവാട്ടിയായി